അതുകൊണ്ട് ഉമ്മമാരെ, മക്കളെ SSFിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നോ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കൽ മുഖ്യ അജണ്ടയായി അതാ ഇവിടെ നിന്ന് ലോകത്ത് പ്രവർത്തിക്കുന്ന SSFിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നോ. ചെറിയ ചെറിയ മക്കളില്ലയോ വീടുകളിൽ, SVSന്റെ സൽഫാദാവിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവന്നോ. ഒരാളെയും ആക്രമിക്കാനല്ല, തെറി വിളിക്കാനല്ല, ചീത്ത വിളിക്കാനല്ല, ഒരാളുടെയും അവകാശങ്ങളിൽ കൈയിട്ടു വാരാനല്ല, മറിച്ച് അല്ലാഹുവിനെ അറിയുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന മക്കളായി എന്റെയും നിങ്ങളുടെയും മക്കൾ മാറണമെന്ന് ബോധമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ, ഉപ്പമാരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ, പടച്ച റബ്ബിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന പൊന്നുമോനായി എന്റെ മോന് മാറണമെന്ന് അതാ ബോധമുള്ള ഉപ്പമാരേ, മാറിയിരുന്ന് വിമർശിക്കുന്നവരെന്തും വിമർശിച്ചു കൊള്ളട്ടെ, മാറിയിരുന്ന് തെറി വിളിക്കുന്നവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ. SSFിന് പറയാനുള്ളത്, SSFിന് പറയാനുള്ളത് ഏതൊക്കെയോ സമരങ്ങളുടെ പേരിൽ, ഏതൊക്കെയോ സമരങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കിയ ക്യാമ്പസുകളിൽ കലാപങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കിയത് SSFിന് പറയാനില്ല. ആലിമീങ്ങളെ ധിക്കരിച്ചത് SSFിന് പറയാനില്ല. ഏതൊക്കെയോ സമരങ്ങളുടെ പേരിൽ പാവപ്പെട്ട യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഏതൊക്കെയോ ബസ്സിന് കല്ലെറിഞ്ഞത് SSFിന് പറയാനില്ല. പിന്നെയോ SSFിന് പറയാനുള്ളത് എന്താണ് എന്റെ പ്രിയമുള്ള സഹോദര? SSFിന് പറയാനുള്ളത് എന്താണ്? ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ അതേ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരില്ലയോ? ലഹരി ഉപയോഗിച്ച് നടക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരില്ലയോ? ആ കൂട്ടുകാരെ അല്ലാഹുവിനെ പേടിയുള്ളവരാക്കി, തഹജ്ജുദും സുന്നത്തും റവാത്തിബും നിസ്കരിക്കുന്നവരാക്കി മാറ്റാൻ SSFിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ അറിവിൽ എത്രയോ അങ്ങനത്തെ സഹോദരങ്ങളുണ്ടോ? അതേ, ഒരാളെയും അവിടെ നിന്ന് ധിക്കരിച്ചുകൊണ്ടല്ല, മാറിയിരുന്ന ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ടോ, മാറിയിരുന്ന ഒരുപാട് ആളുകൾ ആക്ഷേപിക്കുന്നുണ്ടോ? പക്ഷേ ആക്ഷേപങ്ങൾക്ക് ചെവി കൊടുക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. കാരണം എന്താണ്? ഞങ്ങളുടെ മുഖ്യ അജണ്ട എന്താണെന്നറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ വളർത്തിയെടുക്കുക. ഈ സമുദായത്തിൽ ദീൻ പറഞ്ഞു കൊടുക്കാൻ പര്യാപ്തമായ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക. ഉമ്മയെയും പെങ്ങളെയും അയൽവാസിയെയും സഹോദരിയെയും കൂട്ടുകാരിയെയും കേവലം ഒരു പെണ്ണായി കാണുന്ന പ്രവണത ഇന്ന് ലോകത്ത് അധികരിച്ചു കൊണ്ടിരിക്കുമ്പോ, മോനെ ഉമ്മ ഉമ്മയാണ്, പെങ്ങള് പെങ്ങളാണ്, സഹോദരി സഹോദരിയാണ്, അയൽവാസി അയൽവാസിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ SSFിനല്ലാതെ ഇന്നൊരു സംഘടനയ്ക്കും കഴിവില്ല കേട്ടോ. ലോകത്തുള്ള വിശിഷ്ട കേരളക്കരയിലുള്ള സംഘടനകളെ നിങ്ങൾ എടുത്തു നോക്കൂ. എത്രയോ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ? തീവ്രവാദം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല, ഭീകരവാദം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് തീവ്രവാദ ഭീകരവാദ ചൊയകളുള്ളതായ സംഘടനകളെ നിങ്ങൾ മാറ്റിവെക്കോ. പണ്ഡിതന്മാരെ വിമർശിക്കാൻ പാടുണ്ടോ? ആലിമീങ്ങളെ വിമർശിക്കാൻ പാടുണ്ടോ? സയ്യിദന്മാരെ ചീത്ത വിളിക്കാൻ പാടുണ്ടോ? അത്തരത്തിൽ സയ്യിദന്മാരെ ചീത്ത വിളിക്കുന്ന സംഘടനകളെ നിങ്ങൾ മാറ്റിവെക്കോ. പിന്നെ കേരളത്തിലുള്ള മുസ്ലിം സംഘടന ഏതാ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കൽ മുഖ്യ അജണ്ടയാക്കി അതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബുദ്ധായുടെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്ന, പ്രവാചക സ്നേഹത്തിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്ന സംഘടന ഏതാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, അതാ SSFിന്റെ കൂട്ടുകാരൻ, SSFിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാരന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന വിവരമറിയുമ്പോ എത്രയോ സ്ഥലങ്ങളിൽ ആ പൊന്നുമ്മാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് അവിടെ അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ മദീന മുനവ്വറയിലും അതേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ